കൃമി, പിണ്ടത്തിലുള്ള കൃമി, അത്രേ ഉള്ളൂ. ഞാൻ പറയട്ടെ, എടാ ഒന്നും മിണ്ടായിരുന്ന ഞാൻ ഒരു കാര്യം പറഞ്ഞെ. ഞാൻ ഒരു ദിവസം കഴിഞ്ഞ തവണ ഞാൻ അവസാനമായിട്ട് ലൈവ് ചെയ്തതിന്റെ അന്ന് ഞാൻ നിങ്ങളടുത്ത് നിങ്ങൾ ഇത് കണക്ക് റോക്സി എന്ന് സ്പാം ചെയ്തപ്പോഴത്തേക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞു. അവള് ന്യൂഡിൽസ് ഇട്ട് സ്റ്റിക്കറിന്റെ ഇത് സ്പാം ചെയ്തപ്പോ ഞാൻ ഒരു കാര്യം പറഞ്ഞ ഇവളെ കേസിലൊന്നും എനിക്ക് ഇടപെടാൻ വയ്യ. അവൾ എന്തോന്ന് വെച്ചാൽ കാണിക്കട്ടെ, അവളെ ഇഷ്ടം പോലെ അവള് കാണിക്കട്ടെ. അവൾക്ക് വ്യൂസിൽ അവൾക്ക് അവള് എന്തെന്ന് വെച്ചാൽ കണ്ടന്റ് കിട്ടാൻ വേണ്ടിട്ട് എന്ത് കാണിക്കണമെങ്കിൽ എന്തും കാണിക്കട്ടെ. അന്ന് എനിക്ക് ഞാൻ അത് വിട്ടുപോയ കേസ്, അന്ന് ഞാൻ അത് അവിടെ വിട്ടിട്ട് പോയി, ഡ്രോപ്പ് ചെയ്ത് ഞാൻ പോയി. കാരണം എനിക്ക് ഇവളെ കേസിലൊന്നും എനിക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഇവക്ക് എന്താ MRC എടുത്ത് ഇത്ര കയറ്റം എന്താ? നമ്മൾ നിന്നെ എന്താ ചെയ്ത? നമ്മൾ നിന്നെ എന്തെങ്കിലും ചെയ്തോ? സിറ്റിക്കകത്ത് നമ്മൾ നിന്നെ എന്തെങ്കിലും ചെയ്തോ? സിറ്റിയുടെ പുറത്ത് നമ്മൾ നിന്നെ എന്തെങ്കിലും ചെയ്തോ? എന്തെങ്കിലും ചെയ്തോ നിന്നെ? പറ, ആരെങ്കിലും നിന്നെ എന്തെങ്കിലും ചെയ്താ? ചെയ്യാത്തോണ്ടല്ലേ എന്നെ ഒന്നും ചെയ്യുമോ ചേട്ടാ എന്നും പറഞ്ഞല്ലേ നമ്മുടെ അടുത്ത്. അപ്പൊ പിന്നെ നമ്മൾ നിന്നെ ഒന്നും ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മളെ മെക്കത്തോട്ട് കേറാൻ നീ വരല്ലേ? മനസ്സിലായ? ചുമ്മാ ഒരുത്ത അവിടെ കിടക്കണവനെ, അവൻ ഷൂട്ടിലാണ്, അവനെ ഇതിലോട്ട് ട്രാക്ക് ചെയ്തിടുക. എന്താ അവൻ പറഞ്ഞോ? അവൻ വന്ന് സിറ്റി കയറണോ? ഇല്ലെങ്കിൽ അവൻ ലൈവ് ഇട്ട് നിനക്ക് എക്സ്പോഷർ കയറണോ? അവൻ ലൈവ് ഇട്ടിട്ട് നിന്നെ രണ്ട് ഇത് പറയുമ്പോഴത്തേക്ക് നീ എന്താ അങ്ങനെ നിനക്ക് വ്യൂസ് കിട്ടോ? എങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യാം, നമ്മളെ വ്യൂസ് മൊത്തം നമ്മൾ നിനക്ക് തരാം. നമുക്ക് വേണ്ട ഇങ്ങനെയുള്ള അപരാധങ്ങൾ കാണണ്ടല്ലോ. തൊപ്പി ചാളയൊന്നും എന്തായാലും മണക്കത്ത് പോലില്ല. പിന്നെ ഇതിന്റെ അടുത്തോട്ട് പോലും പോവില്ല. വിട്ടേ എടാ, അത് പെർഫ്യൂം, ഇത് തീട്ടത്തിലുള്ള കൃമി, അത്രേ ഉള്ളൂ. സനാന്ന് പറഞ്ഞ കൊച്ചില്ലേ, റാംബോ സനാന്ന് പറഞ്ഞ കൊച്ചില്ലേ, അവളുടെ അടുത്ത് അവസാനം പറഞ്ഞു ഇനി ഇത് ചാറ്റ് ഇട്ട് കഴിഞ്ഞാ അവൾ എന്റെ എന്തോ തന്തക്കും തള്ളക്കും വിളിക്കും എന്ന് പറഞ്ഞ് ഭീഷണിയും പെടുത്തിണ്ടാ അവള് എന്തോ ലൈവ് കണ്ടിന്യൂ ചെയ്ത്. കാരണം അത്ര ഇത് കൊടുത്തിട്ട് ചാറ്റിന്റെ ഭാഗത്ത് നിന്ന് നിന്റെ തന്തയ്ക്ക് ആരെങ്കിലും വിളിക്കണമെന്നുണ്ടെങ്കിൽ തിരിച്ച് അവരുടെ തന്തയ്ക്ക് വിളി. എന്റെ ഒന്നും ചാറ്റിൽ ആരും വന്നിട്ട് എന്റെ തന്തയ്ക്ക് വിളിക്കണല്ലോ. എന്റെ ചാറ്റിലൊന്നും ആരും വന്ന് എന്റെ തന്തയ്ക്ക് വിളിക്കണല്ലോ. അതെന്താ നമ്മളെ തന്തയ്ക്ക് വിളിക്കാത്ത? എന്താ നമ്മളൊന്നും പറയണല്ലോ? അങ്ങനെ പറയണം. അങ്ങനെ അല്ല, റേസിസം പറയണേനാണ്. ഇതുപോലത്തോളൊന്നും വെച്ചുറപ്പിക്കരുത്. എന്താ പരാതിയെന്ന് പറഞ്ഞത്. ഒരു മിനിറ്റ് ഉസ്മാനെ, എന്തുവേണേലും കാണിച്ച് നീ എന്തെങ്കിലും ഫെയിം ഫാം ചെയ്തോ. പക്ഷെ എന്നും പറഞ്ഞിട്ട് അപ്പുറത്തോ മുസ്ലിമാണ് ഇപ്പുറത്തോ വർഗ അങ്ങ് പറയൂ. അത് വെറും ചീപ്പാടി മോളെ, ഏറ്റവും ചീപ്പായിട്ടുള്ള. നീ ഉണ്ടല്ലോ ഒരു ദിവസം വണ്ടി നിനക്ക് ഒന്നും പറ്റാണ്ട് എന്തെങ്കിലും പറ്റി എവിടെ നടക്കുമ്പോ നീ പറയോ ഇപ്പൊ നിന്നെ വന്ന് രക്ഷിക്കണ മുസ്ലിമാണോ നോക്കിട്ടാണോ നീ അവന്റെ ഒപ്പം മുസ്ലിമാണോ നോക്കൂ നീ? ഇതെന്താ എന്റെ ചാറ്റ് മൊത്തം എന്താണെന്നറിയാമോ? എന്റെ ചാറ്റിൽ മൊത്തം റാംബോ അവളെ MRC പ്ലേയേഴ്സിന്റെ തന്തയ്ക്ക് വിളിച്ചു. അല്ലല്ല, അത് ഞാൻ പറഞ്ഞില്ല. തന്തയ്ക്ക് വിളിക്കാത്ത എന്താണെന്നറിയാമോ? കുറച്ച് പാവോ, അതുകൊണ്ടാ തന്തയ്ക്ക് വിളിക്കുന്നത്. അല്ല, ഇവളെ അച്ഛൻ മരിച്ചു. ഞാൻ പറയിട്ടില്ല കൂടുതലൊന്നും. പിന്നെ ഒരു ഒറ്റ കാര്യം ഞാൻ വീണ്ടും പറയാ, നിർത്തിക്കോ. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും എന്റെ ഭാഗത്ത് നിന്ന് ഞാൻ നിന്നെ പേഴ്സണലി അറ്റാക്ക് ചെയ്തിട്ടോ ഒന്നുമില്ല. കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമ്മളെ RPയിൽ പുതിയതാണ്, പക്ഷെ ഇതിൽ RPയിൽ പഴയതായിട്ടുള്ള കുറെ ആൾക്കാർ ഇവിടെ ഉണ്ട്. മൈക്ക് ബഗ്ഗായതും എന്തൊക്കെ മൈക്ക് ബഗ്ഗായതും സിറ്റി മൊത്തം അറിഞ്ഞ കഥകള് നമ്മള് പറഞ്ഞ് അപ്പൊ നമുക്ക് അവരാധിക്കാനാണെങ്കിൽ കൊറേ ഉണ്ട്. പിന്നെ നൂഡിൽസ് ആയിരിക്കും. നമ്മള് 3 പേരൊക്കെ പിടിച്ചങ്ങ് മറ്റേ തമിഴില് 3 പേരങ്ങ് ആടി പറയും. അവളെന്തിനും ചോദിച്ചോട്ടെ, ഞാൻ എത്ര പറയണുള്ളൂ. വർഗീയത പറഞ്ഞ എന്തെങ്കിലും പറഞ്ഞാൽ അവൻ നല്ല വിളി വിളിക്കും. അത് അവൾക്ക് ഇപ്പൊ ഞാൻ എന്തൊരു വിളിച്ചെന്ന് പറഞ്ഞിട്ട് അവൾക്ക് ഉണ്ടാവില്ല. പക്ഷെ അത് എന്റെ മനസ്സമാധാനമാണ്. കാരണം ഞാൻ എനിക്ക് അത് ഈ ഗെയിമിലാണെങ്കിലും ആരാണെങ്കിലും പുറത്തു വർഗീയത ഒരാളങ്ങനെ കാണരുത്. നമ്മളൊക്കെ എന്താണ് ഒരാള് ഇതാക്കണെന്നുള്ള ഇത് മനസ്സിലാവില്ല. എനിക്ക് അത് ഭയങ്കര ബാഡാണ്. അത് എന്തൊക്കെ പറഞ്ഞാൽ നമുക്കത് ബേഡാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഷിബു? അത് സ്വന്തമായിട്ട് തോന്നേണ്ട കാര്യമാണ്. നമ്മൾ ആർക്കും തോന്നിപ്പിക്കേണ്ട കാര്യങ്ങളല്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഓള് ഇപ്പോഴും അവളുടെ ലക്ഷ്യം കണ്ടെങ്കില് ലൈവ് ഇട്ടിട്ട് ഓള് സൂപ്പർ ചാറ്റ് ഗോള് വരെ ഇട്ടിട്ട ലൈവ് ചെയ്യണേ.
അതില് വേറൊരു സംഭവം ഉണ്ട്. അതായത് അല്ല എക്സ്പ്ലനേഷൻ തരാൻ വന്ന ആളെ നിന്നെ സൂപ്പർ ചാറ്റ് ലൈവ് ചെയ്യണേ. അപ്പൊ എന്താ ലക്ഷ്യം എന്താണ്? ചിന്തിക്കാൻ പാടില്ലേ? അതൊക്കെ ചെയ്തോട്ടെ ഉസ്മാനെ, അതൊക്കെ ചെയ്തോട്ടെ. അതും പറഞ്ഞിട്ട് ഒരാള് തട്ടിട്ട് ഒരാള് കൂട്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് മറ്റേ വർഗത്തിനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാ ഞാൻ ഒരു കാര്യം പറയാം. മനുഷ്യർക്കാണെങ്കിൽ വർഗീയതയുടെ കേസൊക്കെ അറിയാം. ഇത് മനസ്സിലായി. ബുദ്ധിക്ക് ഇരിക്കുന്നേ. ഈ തട്ട വിട്ടവരുടെയും കുറി തൊട്ടവരുടെയും പൂണൂലിട്ടവരുടെയും കഥയൊക്കെ വർഷങ്ങൾക്ക് മുന്നേ ഇവിടുന്ന് അടിച്ചോടിച്ച് കളഞ്ഞതാ. ഇനി റോക്സി ആയിട്ട് ഇതൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരാനോ അല്ലെങ്കിൽ അത് വെച്ച് എന്തെങ്കിലുമൊക്കെ നേടാനോ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ആൾക്കാര് കുറച്ച് ലിറ്ററസി റേറ്റ് കൂടുതലുള്ള ആൾക്കാരാ. കളിയാക്കിയതാണെങ്കിൽ 100% ലിറ്ററസി ആണ് സാർ. കുറച്ചധികം ലിറ്ററസി ഉണ്ടെന്ന് തന്നെ കൂട്ടിക്കോ. ഇതൊന്നും ഇവിടെ ലൈവ് നോക്കാനൊന്നും പറ്റൂല മോനെ. എനിക്ക് ഇവിടെ ഇരുന്നിട്ട് അവളെ ലൈവിൽ പോയി നോക്കുക, അവള് പറയണ കാര്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക, ഇതിനൊന്നും എനിക്ക് പറ്റൂല. മനസ്സിലായ? എനിക്ക് നാളെ തൊട്ട് ഇതിന്റെ വള്ളി പിടിച്ച് ഇതിന്റെ ബാക്കിൽ തൂങ്ങി നടക്കാൻ എന്നെ കൊണ്ട് വയ്യ. എനിക്ക് ഒരേ ഒരു കാര്യം വിഷമമായി. കാരണം നിങ്ങൾ ആര് പറയണേനേം കാട്ടിയും അവനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കൊള്ളു. മനസ്സിലായ? എനിക്ക് കൊള്ളു. അവനെ പറയുമ്പോ എനിക്ക് കൊള്ളു. മനസ്സിലായല്ലോ? അല്ലല്ല എടാ, എല്ലാവർക്കും നിങ്ങൾക്ക് കൊള്ളൂലെന്നല്ല. അതിനെയും കാട്ടി ഒരു ഇത് എനിക്ക് കൊള്ളോ കൂടുതല് കൊള്ളുമല്ലോ. അപ്പൊ അവനെ പറയാതിരിക്കുക. നീ വേറെ ആരെ വേണമെങ്കിൽ നീ വേണമെങ്കിൽ എന്നെ ഒരു 10 തെറി വിളിച്ചോ, എനിക്ക് കുഴപ്പമില്ല. എന്നെ ഒരു 10 തെറി നീ വിളി, എനിക്ക് കുഴപ്പമില്ല, ഞാൻ കേൾക്കാം. അല്ല എനിക്ക് കുഴപ്പമില്ല. എന്റെ ചാറ്റ് പറഞ്ഞേ വേറെ റീജിയൻ ഉള്ളവർ ഇനി സൂപ്പർ ചാറ്റ് ഇടരുതെന്ന് കൂടി വാണിംഗ് ഇടാൻ പറയുക പുള്ളിക്കാരോട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് നോക്കട്ടെ, ഈ ടി വി വ്യൂവേഴ്സ് പിന്നെ എന്തിനാ ഇപ്പൊ താങ്ങുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അവളിപ്പോ നമുക്കെതിരെ സംസാരിച്ചോണ്ടിരിക്കണം. അപ്പൊ കൊറേ ഗുണങ്ങളുണ്ട്. അതായത് ടിവിയുടെ ആൾക്കാരും അല്ല, നമ്മുടെ ആൾക്കാരും അല്ല. എനിക്ക് ടി വി വ്യൂവേഴ്സിനെ നല്ലോണം അറിയാം. സപ്പോർട്ട് ചെയ്യൂല. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ. അവരുടെ വ്യൂവേഴ്സിന് അവർ എങ്ങനെ വെച്ചിരിക്കുന്നത് അവരൊരു സ്റ്റാൻഡേർഡിൽ കീപ്പ് ചെയ്യുന്നത്. അല്ലാതെ വർഗീയത പറഞ്ഞൊന്നല്ല അവർ ഇത്രയും കാലം കൊണ്ടുവന്നത്. അതെന്തായാലും എന്തൊക്കെ ഈ കാര്യത്തിൽ അല്ലല്ല അങ്ങനെയാണെങ്കിൽ എടാ ടിവിയെ നിങ്ങൾ ആലോചിച്ചാൽ ഈകളും ബാബു കേട്ടാ, ഞാൻ വേറെ ഒന്നും പറയാനല്ല. എന്ത് പൈസ കിട്ടാനാണ്, എന്ത് പൈസ ഉണ്ടാക്കാനാണെങ്കിലും ഇങ്ങനെ പറയാം. ആരും താങ്ങത്തില്ല. ടി വി അങ്ങനെ ഒരു ഓഡിയൻസ് ഇതൊന്നും താങ്ങത്തില്ല. ഇനിയിപ്പോ അത്ര പറയാനുള്ളൂ. ഇനി ഇതിന്റെ ബാക്കി നടക്കാൻ പോണെന്ന് എന്താണെന്നറിയോ? ഇനിയിപ്പോ ഒരു കരച്ചിലൊക്കെ കരയുമായിരിക്കും. ഒരു കരച്ചിൽ അവിടെ മെഴുകുമായിരിക്കും. അതിൽ കൂടുതലൊന്നും നടക്കാൻ പാടില്ല. അല്ല ഞാൻ പറഞ്ഞ അത് ലേശമെങ്കിലും അത് ലേശമെങ്കിലും നിനക്ക് കുറച്ചെങ്കിലും ഇത് നമ്മൾ പറഞ്ഞ നീ മനസ്സിലാക്കണ്ട. നീ പറഞ്ഞതിൽ നിനക്ക് എന്തെങ്കിലും കുറച്ച് മനസ്സിൽ തട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കരഞ്ഞോ, ആ സോറിയും പറഞ്ഞ വിട്ടോ, ആ കേസ് വിട്ടോ. നീ ഇവിടെ എത്രത്തോളം വർഗീയത തുപ്പാൻ പറ്റുമോ, എത്രത്തോളം നീ ഇവിടെ വർഗീയത തുപ്പാൻ നീ ശ്രമിക്കോ, അത്രത്തോളം അടിച്ച് അണ്ണാക്കി തന്നെ തരും. മനസ്സിലായ? ഇത് ടിവിയും താങ്ങൂല, കെവിയും താങ്ങൂല, എംആർജിയും താങ്ങൂല, ഒരു വ്യൂവർഷിപ്പ് ഇത് താങ്ങൂല. ഇല്ലെങ്കിൽ മോള് മറ്റേ ഇപ്പൊ RP കളിക്കണുണ്ടല്ലോ, ഒരു പത്രത്തിലെ ഒരു ക്യാമറ ഒരു മൈക്കൊക്കെ എടുത്തുകൊണ്ടിട്ട് എന്താ അഭിപ്രായം, എന്താ നിങ്ങൾക്ക് അഭിപ്രായം, ഇങ്ങനെ വെളിയിറങ്ങി ഒന്ന് റോഡിൽ ഇറങ്ങി നോക്ക്. തിരുവല്ലക്കാരെ കുറ്റം പറഞ്ഞില്ലേ, അവരെ ഫ്രണ്ടിലൊന്നും പോയി ഈ കേസ് പറഞ്ഞതിനു ശേഷം പോയി ചാടല്ലേ കേട്ടാ. നീ വേറെ വല്ല കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയിട്ട് അവന്മാരെ പിടിച്ച് താങ്ങാൻ പറയേണ്ടി വരും. അല്ലാണ്ട് ഇത് ഈ RP കമ്മ്യൂണിറ്റി ആരും വന്നിട്ടൊന്നും പറയത്തില്ല. ഒരു സപ്പോർട്ട് എന്തായാലും ഏത് കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയാലും ഇതിന് തള്ളക്കിളി കിട്ടത്തുള്ളൂ. കാരണം ഇതിന്റെ സ്വഭാവം അങ്ങനെയാ. ഇത് കുറെ കാലം മുമ്പ് എന്തിനായിരുന്നു, ഇത് കുറെ കാലം മറ്റേ കഥകളായിരുന്നു. സിറ്റിക്കകത്തുവരെ പറഞ്ഞ ടീംസാ. മനസ്സിലായില്ലേ? ഈ തീട്ട കേസിനൊന്നും ആരും നിന്നെ താങ്ങത്തില്ല. അതുള്ളതുപോലെ പറയാലോ. നീ എന്ത് അണ്ടി അടിച്ചു കൊടുത്തിട്ടും കാര്യമില്ല. അതുള്ള പോലെ അറിയാം. കൊറേ ദിവസം ഇരുന്ന് കഷ്ടപ്പെട്ടാ പാവോടെ, കൊറേ ദിവസം ഇരുന്ന് കഷ്ടപ്പെട്ട് ഇങ്ങനെ ഒരു കോൺട്രവസി ആരെങ്കിലും പിടിക്കാൻ വേണ്ടിട്ട് അവസാനം ഇത് ചെന്ന് പിടിച്ചതാ. അവരാതാണെന്നൊക്കെ ചോദിച്ച ചെറിയ തോതില് ലൈവ് നോക്ക്. എന്തിനാ ലൈവ് നോക്കിയിട്ട്? എന്നാ പിന്നെ എടാ ഉസ്മാനെ ലൈവ് അവളെ ലൈവ് ഒന്ന് പ്ലേ ചെയ്തേടാ. അല്ലല്ല പ്ലേ ഇവിടെ പ്ലേ നോക്കട്ടെ.
കമന്റ് നോക്കിയാൽ കമന്റ് നോക്കാം നമ്മള് കമന്റിൽ തന്നെ അറിയാൻ പറ്റും, നമ്മളൊന്നും പറയേണ്ട കാര്യമില്ല. ഇപ്പൊ ഞാൻ വെളിവിടത്തില്ല. എന്നെങ്കിലും ഓരോ ദിവസം ഇവന്മാരെ തൊലിപ്പിച്ച് എന്റെ സ്വഭാവം അങ്ങോട്ട് വെളിയെടുക്കും. അങ്ങനെ ഞാൻ ഒരാഴ്ച എല്ലാ ക്ലിപ്പ് വെച്ച് ഞാൻ നിന്റെ ഒക്കെ എടുത്ത് വെച്ച് എക്സ്പോസ് ചെയ്യും. എല്ലാ അമ്പികളും അതിനകത്ത് പെടും. വാങ്ങിക്കല്ലേ എന്റെ സിറ്റുവേഷൻ വെച്ചാ സംസാരിക്കുന്നത്. പെണ്ണിന്റെ കാര്യം പോലും എന്റെ സിറ്റുവേഷൻ വെച്ചാ ഞാൻ സംസാരിച്ചേ. ഈ പെണ്ണ് എന്ത് കാണിച്ചു, ഈ പെണ്ണ് എന്നോട് അല്ലാതെ വന്നാ എന്ത് കാണിക്കുന്നു എന്ന് വെച്ചാൽ സംസാരിച്ചേ. ആ സെയിം വേല് നിങ്ങളുള്ള അമ്മറ സാധനം എന്റെ ലൈവില് അല്ലെങ്കിൽ എന്റെ ലൈഫിൽ നീ എല്ലാം വെച്ച് ഞാൻ ഇഷ്യൂക്കകത്ത് നീയൊക്കെ എന്തുവാ ചെയ്തേ? നീയൊക്കെ എനിക്കെതിരെയുള്ള കണ്ടന്റ് കണ്ടന്റ് ഉണ്ടാക്കി ട്രോൾ പേജാന്നും പറഞ്ഞ് ഇട്ടേച്ച് ആ കണ്ടന്റിന് ഏതോ സ്ട്രൈക്ക് കിട്ടിയെന്നും പറഞ്ഞ് എനിക്ക് സ്ക്രീൻഷോട്ട് ചെയ്ത് എനിക്ക് അയച്ചു തന്നെ. ഇത് നീ ഒരിക്കലും ആ വ്യക്തി എന്റെ അടുത്ത് അങ്ങനെ ചോദിക്കാനേ പാടില്ല. ഒരു ക്രിയേറ്റർ മറ്റൊരു ക്രിയേറ്ററിന് അറിഞ്ഞോ അറിയാതെയോ ഇത്രയും ട്രോൾ പേജസ് വഴി ഹെയ്റ്റ് ഉണ്ടാക്കാൻ പാടില്ല. ഒരാളുടെ അടുത്ത് മോശത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് കിട്ടിയിരിക്കും, ഞാൻ തന്നിരിക്കും. ഒന്ന് പോസ്റ്റ് ചെയ്യടാ. ഇതെന്താ ഈ ലവ് ഫ്രം MRC എന്നൊക്കെ പോയിട്ട് ആരാ കമന്റ്